എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ പകൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽ ആരോഗ്യത്തോടെ നാം എഴുന്നേറ്റില്ലേ? ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം എഴുന്നേറ്റതല്ല, അവൻ നമ്മെ താങ്ങിയതാണ്. ഇന്നലെ രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങിയില്ലേ? യഹോവയാണ് നിർഭയം വശിക്കുമാറാക്കിയത്. ഇന്ന് പകൽ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. ദൈവം നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തുകയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് നന്ദി പറയുക. അതെ, യഹോവയ്ക്ക് പുതിയൊരു പാട്ട് പാടുവിൻ. ദൈവം നിങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽ ആരോഗ്യം ദൈവം തന്നതാണ്, ആയുസ് ദൈവം തന്നതാണ്. ഇന്ന് പകൽ നിങ്ങൾക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്. നിങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു ശരീരം, അവയവങ്ങൾ ഒക്കെ ഇന്ന് പകൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നന്ദി പറയാം. എല്ലാം ദൈവം തന്നതാണ്. എന്തെങ്കിലും ഒരു കുറവ് നിങ്ങൾക്കുണ്ടോ? എന്തെങ്കിലും ഒരു ബലഹീനത നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ഭാരപ്പെടണ്ട. ബലഹീനതയിൽ തികഞ്ഞു വരുന്നൊരു ദൈവശക്തിയുണ്ട്. നിങ്ങൾ കുറവുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കുറവ് തീർത്ത് പണിയുന്നൊരു ദൈവമുണ്ട്. ദൈവമല്ലേ എല്ലാവരും സൃഷ്ടിച്ചത്? കുറവുള്ളവനെയും ദൈവം സൃഷ്ടിച്ചത്. കുശവൻ തൊട്ട മണ്ണല്ലേ, അവൻ്റെ കരം തൊട്ടിട്ടില്ലേ? ദൈവത്തിന് വിചാരമുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചെങ്കിൽ ദൈവം നിങ്ങളെ വീണ്ടും നിർമ്മിക്കും. അവൻ നിങ്ങളെ വീണ്ടും പണിയും മെനയും. കുശവൻ്റെ കയ്യിലിരുന്ന ഒരു കളിമണ്ണ് ചക്രത്തിന്മേൽ നല്ലൊരു പാത്രമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചീത്തയായി പോയി എന്ന് കണ്ടപ്പോൾ കുശവൻ ആ ചീത്തയായിപ്പോയ ഉടഞ്ഞു പോയതിനെ വീണ്ടും കരങ്ങളിലെടുത്ത് മറ്റൊരു പാത്രമാക്കിയതുപോലെ ദൈവത്തിന് നിങ്ങളെ കുറവ് തീർത്ത് പണിയാൻ കഴിയും. നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് പണിയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നന്ദി പറയാനുള്ള സമയമാണ്. ദൈവത്തിന് നന്ദി പറയണം. എന്തുപകാരമാണ് ദൈവം ചെയ്തത്? ദൈവം ചെയ്ത ഉപകാരങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് ഈ പകൽ നാം കാണുന്നതെല്ലാം ദൈവം ചെയ്ത ഉപകാരങ്ങളാണ്. ഇന്നലകളിലേക്ക് നോക്കാം, പുറകിലേക്ക് നോക്കാം. അങ്ങനെ ഒത്തിരി ഒത്തിരി പുറകിലേക്ക് പോയാൽ നമ്മുടെ കർത്താവായ യേശു കാൽവറിയിൽ തകർക്കപ്പെട്ട് കിടക്കുന്നത് നിങ്ങൾ കാണും. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ടവനെ നിങ്ങൾ കാണും. നിങ്ങൾക്കു വേണ്ടി തകർക്കപ്പെട്ടവനെ നിങ്ങൾ കാണും. നിങ്ങളെ മുൻപിൽ കണ്ട് അപമാനം അലക്ഷ്യമാക്കിയവനെ നിങ്ങൾ കാണും. ചങ്കിലെ ചോര മുഴുവൻ ഊറ്റിത്തന്ന് പ്രാണനെ വെച്ചു കൊടുത്ത് ജീവൻ നൽകിയവനെ നിങ്ങൾ കാണും. ജീവനെ കൊടുത്ത് ജീവൻ നൽകി തന്നു, സമൃദ്ധമായി നൽകി തന്നു. അതാണ് ഏറ്റവും വലിയ ഉപകാരം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് ഏൽപ്പിച്ചു തന്നു. അതാണ് ഏറ്റവും വലിയ ഉപകാരം. ജീവൻ തന്നു, നിത്യജീവൻ തന്നു, പാപമോചനം തന്നു, പുത്രത്വം തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു, സമാധാനം തന്നു. പ്രിയപ്പെട്ടവരെ, ഉപകാരങ്ങളൊന്നും മറക്കരുത്. പുത്രനെ തന്നത് മറക്കരുത്. പുത്രനോട് കൂടെ ദൈവം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ഉപകാരങ്ങളൊന്നും മറക്കാതെ സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. ഒരു പുതിയ പകൽ ദൈവം ദാനം ചെയ്തിരിക്കുന്ന ഈ പകൽ നന്ദിയോടെ, പാട്ടോടെ, സ്തോത്രത്തോടെ ചുവടുകൾ വയ്ക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.